കഴിഞ്ഞ ദിവസം പുനലൂരിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു. അയാളുടെ പ്രധാന ഉദ്ദേശം വെയിറ്റ് കുറയ്ക്കുക, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതായിരുന്നു. അയാൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന സമയത്ത് അയാൾക്ക് ആവശ്യമുള്ളതിലും ഏകദേശം 30 കിലോയോളം കൂടുതലായിരുന്നു എന്നുള്ളതാണ്. പലതും ശ്രമിച്ചിട്ടും അയാൾക്കത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും ഡയറ്റോ അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് അതിന് റിസൾട്ട് കിട്ടും. അതിനുശേഷം പിന്നെയും പഴയ പോലെ വെയിറ്റിലേക്ക് കയറി പോകുന്ന ഒരു രീതിയായിരുന്നു. അദ്ദേഹത്തിന് അയാളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കിയപ്പോൾ ഭക്ഷണം തന്നെയാണ് അതിനകത്തിലെ പ്രധാന വില്ലൻ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഹരീഷ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഹരീഷിനോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തെന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് പ്രധാനമായിട്ടും 2 രീതിയിലാണ്. ഒന്ന്, നമുക്ക് ആവശ്യത്തോടെ കഴിക്കാം, ആഗ്രഹത്തോടെയും കഴിക്കാം. ഈ 2 കാര്യങ്ങളും കൃത്യമായി ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കി കഴിക്കുന്ന ഏതൊരാൾക്കും, പ്രത്യേകിച്ച് ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആവശ്യവും ആഗ്രഹവും എന്താണെന്ന് കൃത്യമായി തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കി കഴിക്കുകയാണെങ്കിൽ ഉറപ്പായും അവർക്ക് ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് വിശക്കുന്ന സമയത്ത് ശരീരം ഭക്ഷണം ആവശ്യപ്പെടുന്നതാണ് ആവശ്യം എന്ന് പറയുന്നത്. ശരീരത്തിന് അന്നേരം ഭക്ഷണം ആവശ്യമാണ്, അന്നേരം നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അല്ലെ എനർജി ലോസ് വരും, നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. ആഗ്രഹം എന്ന് പറയുന്നത് നേരെ മറിച്ചാണ്. ഉദാഹരണം, ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കും അത് കഴിക്കണം എന്ന് തോന്നുന്നു. ഐസ്ക്രീം കഴിക്കുന്നത് കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പരിപ്പൂട കഴിക്കുന്നത് കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കുന്നത് കാണുന്നു, അല്ലെ ബേക്കറിയിൽ ഒരു ഭക്ഷണം ഇരിക്കുന്നത് കാണുന്നു. ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് അത് കഴിക്കണമെന്ന് തോന്നുന്നതാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അതൊരിക്കലും ശരീരം ഭക്ഷണം ആവശ്യപ്പെട്ടിട്ടല്ല, നമുക്കൊരു ആഗ്രഹം തോന്നിയത്, ക്രേവിങ്സ് ഉണ്ടായി, അന്നേരം നമുക്ക് ഭക്ഷണത്തിനോട് താല്പര്യം തോന്നാം. ഇതുപോലെ വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ടോ, വിശക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ശരീരത്തിനെ മനസ്സിലാക്കണം, എനിക്ക് വിശപ്പുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കും. ഈ ആഗ്രഹം ഒഴിവാക്കി ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ഭക്ഷണം കഴിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പാണ്, ഒരു സംശയമില്ലാതെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇത്രയും ഇത് ക്ലാരിറ്റിയോടുകൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രോഗ്രാമിൽ, വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്കും അത് റിസൾട്ട് കിട്ടാതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യം മാത്രം മനസ്സിലാക്കി ആഗ്രഹത്തോടുകൂടി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു.